നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഗൾഫ് രാഷ്ട്രങ്ങളിൽ കോവിഡ് ബാധിച്ച് മരിച്ച മലയാളികളുടെ എണ്ണം 30 പിന്നിടുകയാണ്. അറിയപ്പെടുന്ന സാമൂഹിക പ്രവർത്തകൻ PK കരീം ഹാജി അടക്കം 2 പേരാണ് ഇന്നലെ UAE-യിൽ മരിച്ചത്. ആകെ ഇന്നലെ മാത്രം COVID-19 ബാധിച്ചു കുവൈറ്റിൽ ചികിത്സയിലായിരുന്ന 2 മലയാളികളും മരിക്കുകയുണ്ടായി. പത്തനംതിട്ട ഇടയാറന്മുള വടക്കനമൂട്ടിൽ രാജേഷ് കുട്ടപ്പൻ നായർ, തൃശൂർ വലപ്പാട് സ്വദേശി അബ്ദുൽ ഗഫൂർ എന്നിവരാണ് ബുധനാഴ്ച കുവൈറ്റിൽ മരിച്ചത്. കോവിഡ് ബാധിച്ച് രാജേഷ് ജബീർ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. കുവൈറ്റ് ബദർ അൽ മുള്ള കമ്പനിയിലെ ജീവനക്കാരനാണ് ഇദ്ദേഹം. വൃക്ക സംബന്ധമായ അസുഖത്തെ തുടർന്ന് കഴിഞ്ഞ ദിവസം ഡയാലിസിസിന് വിധേയനായിരുന്നു. പ്രമേഹവും ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഇദ്ദേഹത്തോടൊപ്പം താമസിച്ചിരുന്ന മറ്റ് 4 പേരെ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു. വലപ്പാട് സ്വദേശിയായ അബ്ദുൽ ഗഫീർ കോവിഡ് ബാധിച്ചതിനെ തുടർന്ന് അമീരി ആശുപത്രിയിലായിരുന്നു ചികിത്സ തേടിയിരുന്നത്. ആരോഗ്യസ്ഥിതി വഷളായതിനെ തുടർന്ന് ജാബിർ ആശുപത്രിയിലേക്ക് മാറ്റിയ ഇദ്ദേഹത്തിന് ന്യൂമോണിയയും ബാധിച്ചിരുന്നു. കുവൈറ്റ് സിറ്റിയിലെ സഫാത്തിൽ ടൈലറായി ജോലി ചെയ്തു വരികയായിരുന്നു ഇദ്ദേഹത്തിന്റെ ഭാര്യ ഷാഹിദ, മക്കളായ മുഹമ്മദ്, അഫ്സാദ് എന്നിവർ കുവൈറ്റിൽ തന്നെയാണ് ജോലി ചെയ്യുന്നത്. UAE-യിൽ ഇന്നലെ മരിച്ചത് 2 പേരാണ്. തൃശൂർ തിരുവത്ര സ്വദേശിയായ കരീം ഹാജിക്ക് 62 വയസ്സായിരുന്നു പ്രായം. അബുദാബി ഇന്ത്യൻ ഇസ്ലാമിക് സെന്റർ, സുന്നി സെന്റർ, KMCC എന്നിവയുടെ ഭാരവാഹിയായിരുന്നു ഇദ്ദേഹം. പത്തനംതിട്ട കോഴഞ്ചേരി സ്വദേശി പേൾറീന വില്ലയിൽ പ്രിൻസി റോയ് മാത്യു കോവിഡ് ബാധിച്ച് മരിക്കുകയും ചെയ്തു. 46 വയസ്സാണ് പ്രായം. അബുദാബി മുറൂർ ഇന്ത്യൻ സ്കൂളിലെ ഇംഗ്ലീഷ് അധ്യാപികയും മാർത്തോമ ഇടവകാംഗവുമാണ്. ഗൾഫിൽ കോവിഡ് ബാധിച്ചു മരിച്ച മലയാളികളുടെ എണ്ണം 30 പിന്നിടുമ്പോൾ ആശങ്കയും നിഴലിക്കുകയാണ്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.